നമ്മുടെ ബയോളജി ടീച്ചർ നമ്മൾ ഹ്യൂമൻ അനാട്ടമിയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോഴേ നമ്മുടെ ബോഡി മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ക്രിയേഷൻ ബോഡി മാത്രമല്ല, ശരീരം മാത്രമല്ലല്ലോ. ഞാനൊരു കഥ പറയാം. അതായത് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ കഴിഞ്ഞ ദിവസം ഒരു പ്രശസ്തനായ വ്യക്തിയെ കാണാൻ പോയി. ആ വ്യക്തിയുടെ പേര് MA യൂസുഫ് അലിയാണ്. അപ്പോൾ റിയാസ് ഭായ്, നമ്മൾ വീണ്ടും നമ്മളൊരു എപ്പിസോഡുകൾ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദുബായിൽ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ പറയുന്ന കഴിഞ്ഞ വീഡിയോ നന്നായെന്നൊക്കെ പറഞ്ഞാൽ എന്താ എൻ്റെ അവസ്ഥയെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല. കാര്യം ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു വർത്തമാനമാണല്ലോ. ചർച്ചയാണല്ലോ. അപ്പോൾ ഇതിലൊരു ഫീഡ്ബാക്ക് നമുക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ഒരു പക്ഷേ നന്നായി വന്നിരിക്കും എന്നുള്ളതാണ് നമ്മളൊരു പ്രഡിക്ഷൻ. അല്ലേ? അങ്ങനെ വിശ്വസിക്കണം. യെസ്. അപ്പോൾ എന്തായാലും ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് റിയാസ് ഭായിൻ്റെ കോൺടാക്ട് ഇപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കും, ഇതാരുടെ പുതിയ രോഗം വന്നല്ലോ, ചർച്ചയുമായിട്ട് വന്നല്ലോ, സെയിൽസിനെ കുറിച്ച് വന്നല്ലോ, ട്രെയിനിങ് ഇവരെ എങ്ങനെ കോൺടാക്ട് ചെയ്യുമെന്ന് ആലോചിച്ച ടെൻഷൻ അടിക്കണ്ട. ഞാൻ കൊടുക്കാൻ നമ്പർ. ശരി. അവർ വിളിക്കുമ്പോൾ അവരുടെ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യും. ശരി. അവരെന്ത് തരുന്നതിൽ കമ്മീഷൻ ഇരിക്കാൻ അപ്പൊ കുഴപ്പമില്ലല്ലോ. കാര്യം നേരിട്ട് പറയാലോ. അതാണ് സെയിൽസിന്റെ അത് നിങ്ങളോട് ബ്യൂട്ടി. ഇന്ന് നമ്മളൊരു ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്കൊരു കാര്യം ഡിസ്കസ് ചെയ്യാം. നിങ്ങളെ ഞാൻ കാണുമ്പോൾ മുതൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് ഇപ്പോൾ പല പല ഇൻഫ്ലുവൻസേഴ്സിലൊക്കെ നമ്മൾ കാണുമ്പോൾ നിങ്ങളുടെ കോണ്ടൻറ്റിൽ എപ്പോഴും ഒരു സ്പിരിച്വാലിറ്റി വളരെയധികം കടന്നു വരുന്ന ചില സബ്ജക്റ്റുകളുണ്ട്. നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു പേഴ്സണാണ് എന്നെനിക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ ഇതിനെ നിങ്ങളൊന്ന് സെയിൽസുമായിട്ട് കണക്ട് ചെയ്താൽ എന്തായിരിക്കും നിങ്ങൾക്ക് പറയാനുള്ളത്? ഇബാദ് ബേസിക്കലി നമ്മുടെ ബയോളജി ടീച്ചർ നമ്മൾ ഹ്യൂമൻ അനാട്ടമിയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോഴേ നമ്മുടെ ബോഡി മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. ബോഡിയെ കുറിച്ച് പഠിപ്പിച്ചു. ബ്രെയിൻ മുതൽ കാല് വരെയുള്ള എല്ലാ ഓർഗൻസിനെയും എടുത്തു വെച്ചിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ക്രിയേഷൻ ബോഡി മാത്രമല്ല, ശരീരം മാത്രമല്ലല്ലോ. മനുഷ്യന് മനസ്സുണ്ട്, ഒരു ആത്മീയ തലമുണ്ട്, ഒരു ആത്മീയതയുണ്ട്, ആത്മീയ തലമുണ്ട്. അതിനെ നമ്മൾ പറയുന്നത് എ ഹ്യൂമൻ ബീയിങ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് മൈൻഡ്, ബോഡി ആൻഡ് സ്പിരിറ്റ്. ശരീരവും മനസ്സും ആത്മാവിൻ്റെയും ഒരു കോമ്പിനേഷനാണ് മനുഷ്യൻ. അപ്പൊ ഇത് മൂന്ന് ഫാക്കൽറ്റിയും കൂടെ ചേർന്നാണ് ഞാനെന്ന ഞാൻ, ഇബാദ് എന്ന ഇബാദ് ഉള്ളത്. അപ്പോൾ പലപ്പോഴും സ്കൂൾസിലോ അല്ലെങ്കിൽ നമ്മളെ മതം പഠിപ്പിക്കുന്ന വേദ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളിലോ ഈ ഒരു ആസ്പെക്ട് മനസ്സിനെയും ആത്മാവിനെയും കൂടെ കണക്ട് ചെയ്ത് ശരീരത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റോ മോഡ്യൂൾസോ ഇല്ലാതെ പോയത് കൊണ്ടാകാം ഒരുപക്ഷെ നമ്മൾ ആത്മീയമായിട്ട് പലപ്പോഴും ചിന്തിക്കാറില്ല. ആത്മീയമായിട്ട് ആരെങ്കിലും ചിന്തിച്ചാൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് അയാൾ ഹിമാലയത്തിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയിൽ അകത്ത് ദർജയ്ക്കകത്തായിരിക്കും, അല്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിലെ ഒരു സന്യാസി. യഥാർത്ഥത്തിൽ ആത്മീയത അതിനേക്കാൾ അപ്പുറമാണ്. തീർച്ചയായിട്ടും. ശരിക്കും ഞാൻ വിശ്വസിക്കുന്ന യഥാർത്ഥ ആത്മീയത അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ഈസ് ഹ്യൂമാനിറ്റി. കംപ്ലീറ്റ്ലി, അബ്സല്യൂട്ട്ലി. മറ്റുള്ളവർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല. മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ നമ്മളും നമുക്ക് ചുറ്റുമുള്ളവരെല്ലാം ഒരേ ആത്മാവിന്റെ ബൈ പ്രോഡക്ട്സ് ആണ്. അപ്പം നമ്മളും മറ്റുള്ളവരും എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റേ ഇല്ല. ഇതെല്ലാം നമ്മളെല്ലാം ഒന്നാണ്. ഞാനൊരു കഥ പറയാം. അതായത് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ കഴിഞ്ഞ ദിവസം ഒരു പ്രശസ്തനായ വ്യക്തിയെ കാണാൻ പോയി. ആ വ്യക്തിയുടെ പേര് MA യൂസുഫ് അലിയാണ്. കാണാൻ പോയോ? MA യൂസുഫ് അലി സാഹിബ് ദുബായിൽ വരുന്നു എന്ന് അറിഞ്ഞിട്ട് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ അദ്ദേഹത്തെ കാണാൻ പോവാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അപ്പോയിൻമെന്റ് ഇല്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അയാളെ പേഴ്സണലായിട്ടൊന്നും അറിയില്ല. എൻ്റെ കൂടെ ഉള്ള ആൾക്ക് അയാളുമായിട്ട് കണക്ഷൻസ് ഉണ്ട്, പക്ഷെ പേഴ്സണലായിട്ടൊന്നും അറിയില്ല. ഞങ്ങൾ രണ്ടുപേരും ഇവന്റ് ഹാളിൽ ചെന്നു. അപ്പോൾ സെക്യൂരിറ്റി ഭാഗ്യവശാൽ എൻ്റെ കൂട്ടുകാരനെ അകത്ത് കയറ്റി വിട്ടു. അതായത് ആ ലോഞ്ച് എന്നെ കയറ്റിയില്ല, എന്നെ ഇറക്കി വിട്ടു. പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പുറത്ത് വന്നു, പുള്ളി അകത്ത് കയറി. സമാധാനമുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം ആള് കയറിയാലും ഞാൻ കയറിയാലും ഒരേപോലെയാണ്. കാരണം നമ്മുടെ ലക്ഷ്യം ഒന്നാണ്. അപ്പോൾ അദ്ദേഹം കയറി 7 മണിക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്തു.
ദുബായിലാണ്. ഞാൻ 7 മണിക്ക് ഈ പ്രോഗ്രാം എന്നെ അവിടെ നിന്ന് ആ ലോഞ്ചിലേക്ക്, ആ VIP ലോഞ്ചിൽ നിന്ന് കയറ്റാത്തത് കൊണ്ട് ഞാൻ സാധാരണ ക്രൗഡ് ഇരിക്കുന്ന ലോഞ്ചിൽ വന്നിരുന്നു. ഞാൻ പ്രോഗ്രാം കാണുന്നുണ്ട്, 1-2 വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ ഞാൻ വിളിക്കുമ്പോൾ കോള് കണക്റ്റ് ആവുന്നില്ല. അപ്പോൾ എൻ്റെ പ്രതീക്ഷ മുഴുവൻ VIP ലോഞ്ചിൽ കയറി, അപ്പം പുള്ളി എന്തായാലും കാണും, 100% കാണും. കാരണം പുള്ളി അതിനകത്ത് എത്തി, സെക്യൂരിറ്റിയെ പുള്ളി ഇൻഫ്ലുവൻസ് ചെയ്തു, പുള്ളി അവിടെ എത്തിയിട്ടുണ്ട്. 10 മണിയായപ്പോൾ ഞാൻ പുള്ളിക്കൊരു മെസ്സേജ് ചെയ്തു, അപ്പോയിൻമെന്റ് കിട്ടിയോ, കണ്ടോ അപ്പോയിൻമെന്റ് കിട്ടിയോ? മറുപടിയില്ല. ഒരു 10:30 ആയപ്പോൾ പുള്ളി ഇറങ്ങി വന്നു, ഭയങ്കര സന്തോഷത്തിൽ ഇറങ്ങി വരിക. അപ്പൊ ഞാനും എന്റെ 10 മണി കഴിഞ്ഞു. അപ്പൊ ഞാൻ ഫംഗ്ഷൻ കഴിഞ്ഞു, പുള്ളി ഇറങ്ങി വരിക. അപ്പൊ ഞാൻ ഓടിച്ചെന്ന് ചോദിച്ചു, എന്തായി കണ്ടോ? അപ്പൊ പുള്ളി എന്നോട് പറയാം, കണ്ടു. ഞാൻ പറഞ്ഞു, അപ്പോയിൻമെന്റ് കിട്ടിയോ? പുള്ളി അപ്പോയിൻമെന്റ് കിട്ടിയില്ല. ഞാൻ പറഞ്ഞു, അതിന്റെ അപ്പോയിൻമെന്റ് തിരക്കായിരുന്നോ? തിരക്കായിരുന്നു. വാ പറയാന്ന് പറഞ്ഞു. പുള്ളി ഇങ്ങനെ വരിക. എന്നിട്ട് പുള്ളി മൊബൈല് ഇങ്ങനെ എടുത്തിട്ട് എനിക്കൊരു ഫോട്ടോ കാണിച്ചു തന്നു. ഒരു ഫോട്ടോ. റിയാസ് ഭായ്, ഈ ഫോട്ടോ കൊള്ളാവോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് നല്ല ഫോട്ടോ ആണല്ലോ. ഫോട്ടോ ഉണ്ടോ? എന്റെ കയ്യിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ വീഡിയോയിൽ കാണിക്കാമല്ലോ, ഫോട്ടോ വീഡിയോയിൽ കാണിക്കാം. അപ്പൊ ഞാൻ ഈ ഫോട്ടോ കണ്ടിട്ട് പറഞ്ഞു, നല്ല ഫോട്ടോ ആണല്ലോ, അത്യാവശ്യം നല്ല ഫോട്ടോ കേട്ടോ അത്. ഇത് കണ്ടപ്പോ എന്തു തോന്നി? അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് കണ്ടപ്പോ കൊള്ളാം, നല്ല ചിരിക്കുന്ന ഒരാളല്ലേ. ഞാൻ വേറൊരു ഫോട്ടോ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. സ്വൈപ്പ് ചെയ്തിട്ട് അതേ ആള് താടിയിൽ കൈവച്ചിട്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ. ഈ ഫോട്ടോ ഇയാൾ എടുത്തതാ. ഈ രണ്ടും ഒരാളാ. ഈ ഫോട്ടോയിൽ നിൽക്കുന്ന 2 ആൾക്കാരും ഒന്നാണ്. ആദ്യത്തെ പോസിൽ അയാൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു, രണ്ടാമത്തെ ഒരു ഫോട്ടോ കാണിച്ച അയാൾ പ്രയാസപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്നോട് ചോദിച്ചു, റിയാസിന് ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഞാൻ പറഞ്ഞു, യൂസുഫ് അലിയുടെ ഫോട്ടോ ഞാൻ കണ്ടില്ല, എനിക്ക് അതാണ് തോന്നുന്നത്. കാരണം യൂസുഫ് അലിയെ കാണാൻ 3.5 മണിക്കൂറായിട്ട് ഞാൻ കാത്തിരിക്കുന്നു, അദ്ദേഹം അവിടെ പോയി കണ്ടു എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു, ഈ ഫോട്ടോ കൊള്ളാം, മറ്റേ വിശേഷം എന്താ എന്ന് ചോദിച്ചപ്പോ എന്നോട് പുള്ളി പറഞ്ഞത്, റിയാസെ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ താടിയിൽ കൈവച്ച് നിൽക്കുന്ന ഒരു സെക്യൂരിറ്റിയെ ഞാൻ കണ്ടു. ഒരുപാട് സെക്യൂരിറ്റിമാര് അവിടെ കൂട്ടത്തിൽ നിന്ന് എന്നെ ആ VIP ലോഞ്ചിന്റെ അകത്തോട്ട് കയറ്റാതെ പുറത്ത് തന്നെ നിർത്തിച്ചു. അതെന്തിനായിരുന്നു എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ആരും എന്നെ അകത്തോട്ട് വിട്ടില്ല. ഞാൻ ലോഞ്ചിന്റെ കയറിയിട്ടില്ല. ശരിക്കും ഇയാള് ലോഞ്ചിന്റെ പുറത്ത് നിൽക്കുക. കയറിയെന്ന് പ്രതീക്ഷിച്ച് ഞാൻ അവിടെ നിന്ന് വിട്ടു. അയാള് പുറത്ത് നിൽക്കുക. ഇയാള് പുറത്ത് നിൽക്കുന്നിട്ട് ഒരുപാട് സെക്യൂരിറ്റിമാർ ഇയാളെ ഇങ്ങനെ അകത്തേക്ക് വിടാതെ അയാളെ പിടിച്ചു നിർത്തിയേക്കാം. എൻ്റെ സുഹൃത്ത് പറഞ്ഞത്, ഞാൻ ഒരു സെക്യൂരിറ്റി താടിയിൽ കൈവച്ച് നിൽക്കുന്ന കണ്ടു, അയാളുടെ ഫോട്ടോ എടുത്തു, ഫ്രെയിം സെറ്റ് ചെയ്ത് ഫോട്ടോ എടുത്തപ്പോൾ അയാൾ കണ്ടു. അപ്പോൾ അയാൾ അടുത്തോട്ട് വന്നു, വീണ്ടും എടുത്തു. അടുത്തടുത്ത് വരുന്ന എല്ലാ ഫോട്ടോയും ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന അയാളൊരു മിസ്രിയാണ്, ഒരു ഈജിപ്ഷ്യനാണ്. അപ്പോൾ പുള്ളി എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, താങ്കൾ എന്തിനാ എൻ്റെ ഫോട്ടോ എടുക്കുന്നത്? പുള്ളി പറഞ്ഞു, എനിക്കെന്തോ നിങ്ങൾ ഫോട്ടോ കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാൻ തോന്നി. എന്നിട്ട് ആ ഫോട്ടോ പുള്ളിയെ കാണിച്ചപ്പോൾ എൻ്റെ സുഹൃത്ത് പറയുന്നത്, അയാളുടെ മുഖത്ത് ഞാൻ കണ്ട സന്തോഷവും തൃപ്തിയും വെളിച്ചവും എനിക്ക് വേറെ ആരെ കണ്ടാലും കിട്ടാത്തത്രയും പ്രതീക്ഷയും പ്രകാശവും അയാളുടെ ആ മുഖം കണ്ടപ്പോൾ തോന്നി, ആ ഫോട്ടോ കണ്ടപ്പോൾ. കാരണം പുള്ളി പറഞ്ഞത്, എനിക്ക് ഈ ഫോട്ടോ ഒന്ന് തരുമോ, എനിക്ക് എൻ്റെ ഭാര്യയ്ക്കൊന്ന് അയച്ചു കൊടുക്കാനാണ്. അപ്പം എൻ്റെ സുഹൃത്ത് ചോദിച്ചാൽ, എന്തിനാ? എൻ്റെ ഭാര്യ ഹോസ്പിറ്റലാണ്, കുറച്ച് പ്രയാസത്തിലാണ്, അത് ശരി, എന്നെ ഒന്ന് കാണണമെന്നുണ്ട്, അപ്പോൾ ഈ ഫോട്ടോ ഒന്ന് ഞാൻ അയക്കട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഇദ്ദേഹം അയാൾക്ക് ആ ഫോട്ടോ അയച്ചു കൊടുക്കുകയും ഭാര്യയ്ക്ക് ആ ഫോട്ടോ അയാൾ അപ്പോഴേ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും ഭാര്യ ആ ഫോട്ടോ കണ്ട് സന്തോഷപ്പെട്ടു എന്ന് ഉള്ള കമ്മ്യൂണിക്കേഷൻസ് അവിടെ നടത്തുകയും 3.5 മണിക്കൂർ എൻ്റെ ഈ സുഹൃത്ത് യൂസുഫ് അലി സാറിനെയും കണ്ടില്ല, അയാളുടെ മാനേജറെയും കണ്ടില്ല, അവിടെ ആരെയും കണ്ടില്ല. പക്ഷെ അയാൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞത്, ഞാൻ ഇന്നിവിടെ വന്നത് ഈ മിസ്രി എന്ന് പറഞ്ഞ ഈ സുഹൃത്ത് സെക്യൂരിറ്റിയുടെ ഭാര്യയുടെ പ്രയാസം മാറ്റാൻ വേണ്ടിയായിരുന്നു.
ഞാൻ നിയോഗിക്കപ്പെടുമായിരുന്നു. ഞാൻ ശരിക്കും വന്നത് യൂസുഫ് അലി സാറിനെ കാണാനല്ലായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ അകത്ത് കയറാത്തേ. അല്ലെ ഞാൻ കയറുമായിരുന്നല്ലോ. തീർച്ചയായിട്ടും. പിന്നെ അപ്പം ഞാൻ പുറത്ത് നിന്നതിൻ്റെ ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. ആ പർപ്പസ് ആ സെക്യൂരിറ്റിയുടെ ഭാര്യയുടെ വേദന മാറ്റുക എന്നുള്ളതായിരുന്നു. ആ പർപ്പസ് ആ സെക്യൂരിറ്റിയുടെ ലൈഫിൽ എന്തൊക്കെയോ തരത്തിലൊരു ചെറിയ വ്യത്യാസം, ഒരു പ്രതീക്ഷ, ഒരു ഫൺ, ഒരു വെളിച്ചം. അതിനകത്ത് വലിയ കളറൊന്നുമില്ല, അതിനകത്ത് വലിയ ഗ്ലോറിഫിക്കേഷൻ ഒന്നുമില്ല. 3.5 മണിക്കൂർ എൻ്റെ സുഹൃത്ത് അവിടെ നിൽക്കുമായിരുന്നു ആ സെക്യൂരിറ്റിയുടെ കൂടെ. അയാളുടെ കൂടെ സംസാരിച്ച് അയാളുമായിട്ട് ആ മൊമെൻ്റ് എൻജോയ് ചെയ്തു. ആ മൊമെൻ്റ് എൻജോയ് ചെയ്തതിൻ്റെ പേരാണ് സ്പിരിച്വാലിറ്റി. ഭാവിയെക്കുറിച്ച് യൂസുഫ് അലി സാറിനെ കാണാൻ പറ്റുമോ എന്ന് ചിന്തിച്ച് ഭീതിപ്പെടുകയോ പ്രയാസപ്പെടുകയോ അല്ലെങ്കിൽ അയ്യോ ഇനി ഞാൻ കണ്ടില്ലല്ലോ എൻ്റെ സമയം പോയി എന്ന് ആലോചിച്ച് പ്രയാസപ്പെടുകയോ ചെയ്യാതെ, ഒന്നുകൂടെ ഞാൻ പറയാം, ഭാവിയെക്കുറിച്ച് യൂസുഫ് അലി സാറിനെ കാണാൻ പറ്റുമോ എന്ന പ്രയാസമില്ലാതെ കൂളായി യൂസുഫ് അലി സാറിനെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന പ്രയാസവുമില്ലാതെ ഒരു പ്രതീക്ഷയുമില്ലാതെ ആ മൊമെൻറ്റിൽ എന്താണോ നടക്കുന്ന ആ മൊമെൻറ്റിനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പേരാണ് സ്പിരിച്വാലിറ്റി. ഈ നിമിഷം നമുക്കാകെ ഉള്ളത് ഈ നിമിഷമാണ്. ആ നിമിഷത്തിൽ നമ്മൾ നിയോഗിക്കപ്പെടുന്നുണ്ട്. അത് ചിലപ്പോൾ ആ നിമിഷം എൻ്റെ സുഹൃത്ത് നിയോഗിക്കപ്പെട്ടത് യൂസുഫ് അലി സാറിനെ കാണാനല്ല, ആ ഈജിപ്ഷ്യൻ്റെ ജീവിതത്തിൽ ഒരു പുഞ്ചിരിയാകാനാണ്, ആ ഈജിപ്ഷ്യൻ്റെ ഭാര്യയുടെ മനസ്സിൽ ഒരു തണുപ്പാകാൻ വേണ്ടിയാണ്. ആ തണുപ്പും ചിരിയുമാണ് സ്പിരിച്വാലിറ്റി. നമ്മൾ പറഞ്ഞതിനെ വലിയ വിഷയമാക്കി കോംപ്ലിക്കേറ്റ് ആക്കുന്നതുകൊണ്ടാണ്. ചുറ്റുമുള്ളവരെ സ്വന്തമായിട്ട് കാണാൻ പറ്റുന്നിടത്താണ് സ്പിരിച്വാലിറ്റി ഉള്ളത്. ചുറ്റുമുള്ളവരെ ഞാനാണെന്ന് ചിന്തിക്കുന്നിടത്താണ് സ്പിരിച്വാലിറ്റി ഉള്ളത്. അങ്ങനെ സ്പിരിച്വൽ ആകാൻ സാധിക്കുമ്പോൾ ബിസിനസ്സിൽ നമുക്ക് പ്രോഫിറ്റ്സിനേക്കാൾ ഉയരത്തിലേക്ക് പോകാൻ സാധിക്കും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മിസ്റ്റർ MA യൂസുഫ് അലി. കറക്റ്റ് അബ്സല്യൂട്ട്ലി. ഇന്ന് നമ്മൾ കാണുന്ന MA യൂസുഫ് അലി ഇന്ന് MA യൂസുഫ് അലി ആയി മാറിയതിൻ്റെ സീക്രട്ട് എന്തെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഈ സ്പിരിച്വാലിറ്റിയാണ്. യൂസുഫ് അലി സാഹിബിനെ പോലുള്ള ഒരുപാട് മഹാന്മാരായ ലീഡേഴ്സ് അവർ ലീഡർഷിപ്പിലേക്ക് എത്തിയതും അവർ ലീഡർഷിപ്പ് എൻജോയ് ചെയ്യുന്നതും ഈ സ്പിരിച്വാലിറ്റി ഉള്ളതുകൊണ്ടാണ്. അതായത് ചുറ്റുമുള്ള മനുഷ്യരെ സ്വന്തമായി കാണാനും ചുറ്റുമുള്ള മനുഷ്യർക്ക് ഇങ്ങനെ കൊടുക്കാൻ സന്നദ്ധരാകുമ്പോഴാണ് യഥാർത്ഥ സ്പിരിച്വാലിറ്റി ഉണ്ടാകുന്നത്. ബിസിനസ്സിൽ സ്പിരിച്വാലിറ്റി ഉണ്ടായാൽ, സെയിൽസിൽ സ്പിരിച്വാലിറ്റി ഉണ്ടായാൽ, ഐ എം ടെല്ലിങ് യു, യു ക്യാൻ മേക്ക് a lot of difference in this world. I'm not just telling you making money. പൈസ ഉണ്ടാവും, പൈസയേക്കാൾ അപ്പുറം പലതും ഉണ്ടാകാനുള്ള സീക്രട്ട് ഫോർമുല ഈസ് സ്പിരിച്വാലിറ്റി. ഇതെന്തായാലും ഭയങ്കര ഒരു ഇൻസ്പയറിങ് സ്റ്റോറി ആയിപ്പോയി. കാരണം അങ്ങനെയാണ് എല്ലാ ലൈഫും. നമ്മൾ എത്തുന്നിടത്ത് എന്തൊക്കെയോ കാണുന്നുണ്ട്, അതുമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ എന്നാലും താങ്ക് യു സോ മച്ച്. നമ്മൾ ഇന്നത്തെ ഒരു പോഡ്കാസ്റ്റ് പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ പറയാം. ഞങ്ങൾ വണ്ടി കയറുമ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞത്, ഇന്ന് ഞാനിവിടെ എത്തിയത് ആ ഈജിപ്ഷ്യന് വേണ്ടിയായിരുന്നു, ഞാൻ ദുബൈയിൽ വന്നതേ ആ ഈജിപ്ഷ്യന് വേണ്ടിയായിരുന്നു. പിന്നീട് അയാൾ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ പറഞ്ഞത്, ഞാൻ ജനിച്ചത് തന്നെ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും, ആ ഈജിപ്ഷ്യന് വേണ്ടിയായിരുന്നു എന്ന് പറയുന്നിടം. അത്തരം മനസ്സാണ് നമുക്ക് വേണ്ടത്, അത്തരം ആത്മാവാണ് വേണ്ടത്. സ്പിരിച്വാലിറ്റി. അതാണ്. അപ്പോൾ എന്നാലും സന്തോഷം. അടുത്ത വീണ്ടും കാണാം. താങ്ക് യു.